എന്റെ ഓനമാലേ. സെറ്റപ്പാ. മുട്ടുമീൻ തുറക്കപ്പെടുന്നല്ലേ ബുഷ് പറഞ്ഞിരിക്കുന്നത്. മുട്ടി നോക്കാം. ഡാൻസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നുകൊണ്ട് എന്റെ കാലുകൾ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കും. കേട്ടോ തരികട ഞാൻ, കേട്ടോ തരികട ഞാൻ. എക്സ്ക്യൂസ് മീ, ഒന്ന് തരുമോ? ധാരാളം ചോദിച്ചത് തന്നു. കുടുംബത്തിൽ പിറന്നവള. അടുത്ത അടി വരുന്നു. ആരടിക്കാൻ പറഞ്ഞു? ഇറങ്ങി വാടാ. കുട്ടമ്പ കുടിച്ച വളരെ മോശം. കുടിച്ചെടുക്ക അതിലേറെ മോശം. വാടാ വാടാ വാടാ. അയ്യോ സോറി, അറിഞ്ഞോണ്ടിരിച്ചില്ല. അനാവശ്യം പറയരുത്. ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പൈന്റ് കിട്ടിയായിരുന്നെങ്കിൽ. അത് ശരി. അളിയൻ ഈ ഷാപ്പിൽ ആദ്യമായിട്ടാണോ? അയ്യോ ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ചേട്ടാ ചായ വേണോ? ഒരു ചായ. എനിക്ക് വേണ്ട മോനെ. ഉള്ളിലുള്ള പിരിയും. തേവനാർ മലയിലേക്ക് ഇപ്പൊ വണ്ടിയുണ്ടോ? ഇനിയിപ്പോ മലയിലേക്ക് വണ്ടിയൊന്നുമില്ല. അളിയെ കുറിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി രാത്രി 2 മണിക്ക് എസ്റ്റേറ്റിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്, അതീ പോവാ. അളിയും വിഷമിക്കണ്ടല്ലേ. എങ്ങനെ നേരം കളിയൊന്നല്ലേ. ഒരു അടിപൊളി മസാല ദോശ ഡാൻസ്. മനസ്സിലായില്ലല്ലേ? ഒരു ഉഗ്ര റെക്കോർഡ് ഡാൻസ് നമുക്ക് കാണാം. അളിയും കട്ടിനടിക്ക് നമുക്ക് ഗോ. അവനെന്നോട് കവിളിൽ തട്ടി അടിപൊട്ടി അടിപൊളി കിട്ടി അടിപൊട്ടിയ താലിക്കുപ്പി
കള്ളി പോക്കറ്റ് അടിക്കുന്നു. എന്താണ് പ്രശ്നം? വിരോധമില്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. കക്ക ഞറിനെപ്പോലെ വാള് വെക്കാൻ പഠിക്കണം. സോറി, അറിയാതെ ചെയ്തു പോയതാ. തന്നെ കണ്ടപ്പോ ഒരു പൂവാലനാന്ന് തോന്നി, അതുകൊണ്ടാ അങ്ങനെ ചെയ്ത്. ഈ മലയില് ആരെ കാണാനാ നിങ്ങൾ പോകുന്ന? ആരാ നിങ്ങള്? ഞങ്ങളുടെ ജീവിതം, സൗഹൃദം, സന്തോഷം, ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ദൈവത്തിന്റെ വികൃതികളായി പിറന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ജന്മങ്ങൾ. ഈ ജന്മങ്ങൾക്ക് താങ്ങും തണലുമായി ദൈവദൂതനായ ഒരാൾ, ഫാദർ ഗബ്രിയേൽ. ഇത് ഞാനാണ്, ആര്യൻ. കരുണാലയത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ പ്രിയ, ദിലീപ്, പിന്നെ നിർമ്മൽ. ഞങ്ങളുടെ 4 പേരുടെയും കളിയും ചിരിയും ഊണും ഉറക്കവും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ജീവിതത്തിന്റെ നിറപ്പകിട്ടുകൾ അറിയാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വൃത്തികെട്ടവൻ, എന്തോ നാടാ ഇത്? ജീവിതത്തിന്റെ പുതിയ വഴിത്തിരിവ്. സ്വന്തമായി തൊഴിൽ തേടി നഗരത്തിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരെയും പോലെ ജീവിക്കുവാനുള്ള മോഹമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. നഗരത്തിൽ ജീവിതം തേടിയുള്ള ഞങ്ങളുടെ യാത്ര. വിചാരിച്ചതൊക്കെ നേടിയെടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി കൂട്ടിയിട്ടേയുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഗതയുടെ പേരാണ്. ഗതയല്ലടാ കഥ. നവം പറഞ്ഞ ദാസാരത്തിന്റെ പേരാണ്. എടാ ഞാൻ പറഞ്ഞിട്ട് ഡമ്പൽ അടിക്ക്. എടാ ഡമ്പൽ അല്ലടാ ഡിമ്പല്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ കുറെ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്ത് പരിപാടി? ഓട്ടം തുള്ളല്. ഓട്ടം തുള്ളലല്ലടാ, കഥാപ്രസംഗമാ. തുടങ്ങുമ്പോ കഥാപ്രസംഗമാ, തീരുമ്പോ തുള്ളിക്കൊണ്ടോട്ടോ അല്ലേ? ഇക്കണക്കിന് നീ കുറെ ഓടും. തുടങ്ങ് തുടങ്ങ്. എന്റെ കഥയുടെ പേരാണ് മുതലാളി വരുന്നു. മുതലാളി വരുന്നെന്ന് ഒറ്റ കുത്തി അമിച്ചിരും. മുതലാളി വരുന്നല്ലോ. അവൾ വരുന്നു എന്നല്ല കഥയുടെ പേര്. എടാ ഉതുപ്പ് മുതലാളി വരുന്നെന്ന്. ഉതുപ്പ് മുതലാ? ഉതുപ്പ് മുതലാളിയാ. മുതലയല്ലടാ, ചീങ്കള്ളി. നിന്നെയൊക്കെ ഇപ്പൊ വിഴുങ്ങണോ? വേണ്ട, എന്റെ മണം അടിച്ച് അപ്പവും തിരിച്ചറിയും. എടാ, തരുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ നോക്കാതെ എനിക്കിട്ട് പണിയല്ലേ? 1500 രൂപ ശമ്പളം. എന്താ എന്താ എന്താ
വല്ലതും പറഞ്ഞായിരുന്ന? അല്ല 1500 രൂപയുടെ സാധനം വിറ്റുപോയെന്ന് പറഞ്ഞത്. അപ്പൊ 2500 രൂപയുടെ നഷ്ടം വന്ന് കാണും. വല്ല പെമ്പിള്ളേർക്ക് വല്ലതൊക്കെ എടുത്ത് കൊടുത്തു കാണും. വല്ല തബലയോ ഫ്ലൂട്ടോ എന്തെങ്കിലും. ഞാനുള്ളത് പറഞ്ഞതാ. ഞാനും ഉള്ളതാ പറഞ്ഞത്. മറ്റവനെന്തേ? ആര്? ആര്യൻ. ആരെന്നോ? ആ പാവ 50 രൂപയുള്ളൂ. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ചേട്ടാ. ഒരു പാവ വാങ്ങേട്ടാ. നല്ല ലാഭത്തിന് കൊടുക്കുകയാണ്. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. ചേച്ചി ചേട്ടാ 50 രൂപയുള്ളൂ. ഒരു പാവ. പാവ വേണോ? പാവ വെറും 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ പ്ലീസ്. ചേച്ചിമാരെ ചേട്ടന്മാരെ പാവ 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ ചേട്ടാ. ഒരു പാവ മേടിക്കേട്ടാ. നല്ല പാവയാ. 50 രൂപയുള്ളൂ. ഒന്ന് മേടിക്കേട്ടാ. ഇതിനെന്താ മുള വില? ചേച്ചി 50 രൂപയാ. പറഞ്ഞെന്താ? പത്മാവതിയെ കടക്കള്ള കണ്ണു. എന്താ ഒരു ചീഞ്ഞ മണം? ദൈവമേ, അതും പോയാ? ചേട്ടാ ചേട്ടാ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാവോ? ഇതങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അഡ്രസ്സോ? ഏതഡ്രസ്? ആളപ്പറ, വീട് പറഞ്ഞുതരാം. സദാശിവൻ കോൺട്രാക്ടർ. ഓ, നമ്മുടെ സദാശിവൻ കോൺട്രാക്ടറുടെ വീട്. അതിന് ചേട്ടൻ പേടിക്കൊന്നും വേണ്ട. ചേട്ടൻ ഇതുവഴി നേരെ വടക്കോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ പ്രഭാകരൻ ചേട്ടന്റെ ഷാപ്പ്. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുമ്പോ വലതുവശത്തേക്ക് ഒരു വഴി കാണാം. അത് നമ്മുടെ സെൻട്രൽ ഗാർഡൻസ് ബാറിലേക്കുള്ള വഴിയാ. പിന്നെയും ചേട്ടൻ മുമ്പിലേക്ക് പോകുമ്പോ ഇടതുവശത്ത് നമ്മുടെ ബിവറേജ് ഉണ്ട്. അതുവഴി പോകുമ്പോ സൂക്ഷിക്കണം, ബിവറേജിന്റെ ക്യൂവിൽ തട്ടി വീണേക്കരുത്. ആ ബിവറേജിന്റെ തൊട്ടു താഴത്താണ് നമ്മുടെ പഴയ ചാരായ ഷാപ്പ് അമ്മിണിയുടെ വീട്. അവിടെ ചെന്നാ ചേട്ടന് ചാരായ ഉണ്ട്, ടച്ചിങ്സിന് അമ്മിണിയുണ്ട്. എന്താ നിർമ്മല ഒരു സൗണ്ട്? എന്താടാ? അതൊരു വണ്ടിയുടെ ടയർ പൊട്ടിയതാ. ഓഹോ, ഇവിടെ ടയർ പൊട്ടിയോ? അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോ ഇനിയും ടയറുകളൊക്കെ പൊട്ടും. നമുക്ക് പ്രിയനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം. എടാ ആര്യ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിനക്ക് ഉപകാരം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അയ്യടാ, വെറുതെ വേണ്ട, ഞാൻ നിനക്ക് കാശ് തന്നേക്കാം. അത് ശരി, ക്യാഷ് കിട്ടുന്ന ഏർപ്പാടാ. പറ, എന്ത് വേണം? ഞാൻ നിനക്കൊരു 50 രൂപ തരാം. അതിന്റെ കൂടെ നീ ഒരു 100 രൂപയും കൂടി ഇട്ട് ഒരു 150 രൂപയാക്കി എനിക്ക് ഇങ്ങോട്ട് തന്നാ മതി. അയ്യടാ, അത് കയ്യിലിരിക്കട്ടെ. നിനക്ക് ബാറിൽ കയറാനല്ലേ? നിനക്ക് ഞാനൊരു ചില്ലി കാശ് തരില്ല. ദിലീപ് ഇങ്ങോട്ട് വരട്ടെ. മതി, എനിക്ക് അവന്റെ വാങ്ങിച്ചതാ മതി. അവൻ ഒട്ടും തരില്ല. എന്റെ ദൈവമേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും മാസാമാസം ഉതുപ്പ് മുതലാളി എണ്ണി തന്നത് 1500 ഉലുവ. അത് എണ്ണിത്തിട്ടപ്പെടുത്താനാണ് അതിനേക്കാളും വലിയ പാട്. ഇവിടെ എടുത്ത് തേയിലെടുത്ത് നാവില് വെക്കുന്നതിന് കിട്ടും 10000 രൂപ. പോകാൻ ദിലീപ്. ഈ ശബ്ദം കേൾക്കുമ്പോ 1000 ഗിറ്റാറുകൾ ഒന്നിച്ചു വായിക്കും പോലുണ്ടല്ലോ. ഈ കാറ്റിന് പോലും ഒരു ഉപ്പിന്റെ രുചി. സുന്ദരിയായൊരു പെണ്ണ് വന്ന് ഉമ്മ വെക്കുന്നത് പോലെ തോന്നുന്നു. എടാ നിർമ്മലെ, എന്തോ പട്ടിയുടെ മാല എപ്പോഴും വളഞ്ഞു തന്നെയാന്നാ കേട്ടിട്ടുള്ളത്. അതുപോലെ നിന്റെ കാര്യം വൃത്തികെട്ടവൻ. നമ്മള് ഭാഗ്യം കെട്ട ജന്മങ്ങളാ.
ലോകത്ത് ഒരു ഭംഗിയും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പ്രിയ മതി, വാ നമുക്ക് പോവാം. സോറിടാ ആര്യ. പ്രിയ, ഞാൻ വരാം. വാ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാ വിരാജിതാം ശംഖചക്രധരം ദേവം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം. ദിലീപേ, നീ റെഡിയായില്ലേ? ഞാൻ റെഡിയാ. നിർമ്മലോ? അവൻ നേരത്തെ ഇറങ്ങിക്കാണും. അവൻ നമ്മളെയും കാത്ത് ചിലപ്പോ റോഡിൽ നിപ്പുണ്ടാവും. ദൈവമേ, പുലിവാല് പിടിക്കോ? பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக. നിർമ്മലേ. നിർമ്മല നിന്റെ അപ്പൻ. എടാ, എന്റെ പേര് നിർമ്മൽ എന്നാ. അത് വിളിക്കുമ്പോഴും നിർമ്മൽ എന്ന് മാത്രം വിളിച്ചാ മതി കേട്ടോ. അതൊക്കെ പോട്ടളിയാ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്റെ അളിയാ, ഒന്നും പറയണ്ടടാ. എന്തു പറ്റി അളിയാ? എടാ, നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം ഒന്നും പഴയതുപോലൊന്നും അല്ല. ഇന്നലെ തന്നെ ഒരുത്തരം നാട്ടു റോട്ടിലിട്ട് പട്ടിയുടെ തലണ പോലെ തല്ലിയിട്ടും ഒറ്റൊരാണ് പോലും ചോദിക്കാനുണ്ടായില്ല. അറിയോ? നീ ഒരാണല്ലേ, നിനക്ക് ചോദിച്ചുകൂടായിരുന്നു. എടാ, എന്നെ തന്നെ തല്ലിക്കൊല്ലുമ്പോ ഞാനെങ്ങനെയാടാ ചോദിക്കണത്? ഹായ് മീനു. അനുഷ. മീനു പൊക്കോ, നാളെ കാണാം. എന്നെ പറ്റിക്കരുത്, പോയേക്കണേ. അനുഷ എത്തിയിട്ടുണ്ട്. എന്താ അനുഷ വൈകിയത്? ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കാന്നറിയോ? ദേ, 1 കിലോ ചോക്ലേറ്റിന് അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിക്കുട്ടനെ കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ എഴുതിച്ചതാ. മേടിക്കടി കള്ളി. ഇങ്ങോട്ട് കൊണ്ടുപോടാ. ആരത്? ഇത് അവളല്ല, അവടെ അച്ഛൻ. അയ്യോ, അനങ്ങിപ്പോറ്, നിന്റെ കാലിയോ ചവിട്ടി ഓടിക്കും. നിന്റെ ഈ പ്രമാണം ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്റെ സ്വന്തം തമ്പുരുവിന് നീ എന്നാടാ എന്റെ കൊച്ചിന്റെ പേര് മാറ്റാൻ തുടങ്ങിയത്? അനൂഷ. നിന്റെ തന്ത്രികൾ മീട്ടാൻ കാത്തിരിക്കുന്ന ഒരു കാമശാസ്ത്രികളാണ് ഞാൻ. കാമശാസ്ത്രി അല്ല, ശ്യാമശാസ്ത്രി. രണ്ടും ഒന്ന് തന്നെയാടാ. എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. വൃത്തികെട്ടവനെ, എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് നാളുകൾ കുറയായി. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ
എന്റെ മനസ്സിലൊരു വയലിൻ സോളോ കേൾക്കുന്നു. പക്ഷേ നിന്റെ അപ്പനുണ്ടല്ലോ ആ കാലമാടൻ. എന്തുവാടാ എത്ര ചിരിക്കാൻ? നീ അനങ്ങരുത്. അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ പെരുമ്പറ കൊട്ടുന്നു. കുട്ടിക്കട ഞാൻ പെരുമ്പറ കൊട്ടിക്കഴിഞ്ഞാൽ എന്റെ കരളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആ കാട്ടുപോത്തിനെങ്ങനാ നീ ഉണ്ടായത്? നിനക്കറിയണോടാ എങ്ങനെയാ പിള്ളേരുണ്ടാകുന്നതെന്ന്? അറിയിച്ചേരാടാ. വൃത്തികെട്ടവനെ. എടാ ഇതിന് പെൺപിള്ളേർ തട്ടാതെ മുട്ടാതെ നടക്കാൻ മേലെ. എടാ ബോംബെയിലെ ടെററിസ്റ്റുകളെ മൊത്തം പിടിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. സാറേ എന്നോട് കളിക്കണ്ട. സാറിന്റെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അവളെ കെട്ടിക്കൊണ്ട് പോകാനും എനിക്കറിയാം. പിന്നെ നീ അവളെ ഞൊട്ടിക്കൊണ്ട് പോകും. എടാ ഇവരെ പോലത്തെ നല്ല തറവാട്ടിൽ പിറന്ന കുഞ്ഞുങ്ങൾ നിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഇപ്പൊ നിന്നെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എടാ പുല്ലേ, നാളെ എന്റെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കൻ കൂട്ടര് വരികയാണ്. നിനക്കാണത്തുണ്ടെങ്കിൽ അവളെ കെട്ടിക്കൊണ്ടു പോ. ഞാനാണാണോ പെണ്ണാണോ എന്നുള്ളത് നാളെ തീരുമാനിക്കാം. ഇപ്പൊ തീരുമാനിക്കാടാ. ഹലോ ഫ്രണ്ട്സ്, പിടിക്കൂ, ആർക്കെങ്കിലും കൊടുത്തേക്കൂ. അതാ അയ്യോ സൈക്കിള്. സോറി. ഹലോ നിർമ്മൽ. എന്താ അറിയാ? നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ പഴയ സ്ഥലത്ത്. ഇതിന് വല്ല കുഴപ്പമുണ്ടോ നോക്കിയേ. മുതലാളി, സാരിക്കാ കുഴപ്പം, അതൊന്ന് മാറ്റണം. നോക്കട്ടെ. ശരിയാ. എടി കൊച്ചേ, സാരിക്കാ കുഴപ്പം, അതുകൊണ്ടേ സാരി ഒന്ന് മാറ്റണം. എടാ, ആ നരിക്കീറ് പോലത്തെ പെണ്ണ് എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് തള്ളിയപ്പോ നിനക്കൊക്കെ സമാധാനമായില്ലോടാ. എന്റെ പൊന്നു മുതലാളി, ഞാൻ ആ സരികമോനിസയ്ക്കാത്ത സാരിയുടെ കാര്യമാണ് പറഞ്ഞത്. സാരിയോ? മറ്റേ കട്ട. അതോടെ പറഞ്ഞിരുന്നെങ്കിൽ അവളെന്നെ മിറ്റം വെട്ടക്കില്ലായിരുന്നു. അവനെന്തിയേ? എടാ നിർമ്മൽ എന്ത് ചെയ്യുന്നു? അത് കാലത്ത് എന്റെ കൂടെ വന്നതാ, പിന്നെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. അത് ശരി. മണിപത്തായി. ഇപ്പൊ വല്ല വിമൻസ് കോളേജിന്റെ നടയിലോ ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും കടപ്പുറത്തോ കാണും. ഇതൊന്നും അല്ലെങ്കിൽ അടിച്ച് വീലായി എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അവൻ വന്നാലുടൻ എന്നെ കണ്ടിട്ട് കേറിയാ മതി എന്ന് പറ. നാരായണേട്ടന്റെ ഭാര്യ മരിച്ചു. എന്താ വല്ലതും പറഞ്ഞ? എടോ, എന്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി 6 മാസം അവളുടെ വീട്ടിലേക്ക് പോയി. ഇന്ന് മുതൽ ഞാൻ അടിച്ചു വിളിക്കാൻ പോണേ മോനെ. വണ്ടി പടക്കം. പടക്കം പൊട്ടിക്കൊള്ളാ. നീ ഇത് കണ്ട 500 വേണ്ട. ഇവിടെ ഫുള്ള് പിടിച്ചിട്ടോ. എല്ലാവർക്കും കഴിക്കാലോ. എനിക്ക് നാരായണന്റെ ഭാര്യ എല്ലാ മാസവും പ്രസവിക്കണേ. എടാ, നിന്റെ അപ്പം വന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കും. നീ കാച്ചി നിനക്ക് ഫുള്ളൂല പൈപ്പില്ല ഒന്നുമില്ല. ഇതെന്ത് പുകപ്പിശാശ. നിർമ്മലെ, ഈ മാലപ്പടക്കം പൊട്ടേനടാ നിന്റെ കൃഷ്ണാട്ടകളി. എന്റെ നാരായണേട്ടാ, ഇവിടെ ഒരു മാലപ്പടക്കല്ലേ പൊട്ടിയുള്ളൂ, എന്റെ ചെവിക്കല്ല പൊട്ടിത്തെറിച്ചു. അപ്പൊ കണ്ണു കാണൂല, ചെവി കേൾക്കൂല. എന്താണ് മോനെ, നിനക്ക് എന്താ പറ്റിയേ? നാരായണേട്ടാ, ഈ ഭൂമിയില് ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യം നാരായണേട്ടനോട് പറയാൻ പോവുക. എന്താ? എനിക്കൊരു കുട്ടി ഇഷ്ടം, പേര് അനുഷ എന്ന. ആ ബന്ധം അവളുടെ വീട്ടുകാരറിഞ്ഞു. ഇനി മേലാൽ ഞങ്ങൾ തമ്മിൽ കണ്ടുപോരുതെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞേക്കുന്നു. എന്നാലും എനിക്ക് അവളെ പിരിയാൻ പറ്റില്ല. നാരായണേട്ടൻ എങ്ങനെയെങ്കിലും കല്യാണം നടത്തി തരണം. നിർമ്മലേ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ടാറും ബീപ്പിലെ റമ്മ് പോലെയാ. കഴിച്ചിട്ട് ഇറക്കാനും പറ്റൂല, മധുരമില്ലാത്ത കാരണം തുപ്പാനും പറ്റൂല. ചേട്ടാ, നിർമ്മലിന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണം. നിർത്തി. മോനെ നിർമ്മലേ, നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും. അതെ.
ചേട്ടാ ഇതുങ്ങളെ കാണുന്നുമില്ല, സമയം പോയി. എന്താ ഉത്തമ, അവരെ ഇനിയും കാണുന്നില്ലല്ലോ. നീ ആ മൊബൈൽ എടുത്തൊന്ന് അമർത്തടാ. എന്റെ അമ്മാവ ഇതിന്ന് കോള് പോത്തില്ല, ഒള്ളി മിസ്ഡ് കോൾ. ഒന്ന് അമർത്തടാ. ഓ, ഈ അമ്മാവന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോ കെട്ടിപ്പിടിച്ച് നല്ല ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ബെല്ലുണ്ട്. യോ, എന്താ എന്റെ കാശിപ്പ പോയേനെ. അമ്മാവ, ഒരു കാറ് വന്നിട്ടുണ്ട്. പിരിവുകാരാണെങ്കിൽ ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞേക്കെ. ഇറങ്ങിയേട്ടാ. അമ്മാവ, ഗോപാലൻ പറഞ്ഞു നിങ്ങൾ 10 മണിക്ക് തന്നെ എത്തുമെന്ന്. ദേ കൃത്യം 10 മണി. വന്നാട്ടെ. ഇരുന്നാട്ടെ. അമ്മാവൻ ഇങ്ങോട്ടിരിക്കേ. അമ്മാവനാ ആദ്യം ആ പെണ്ണിനെ ഒന്ന് വിളിച്ചേ. അതിരിക്കട്ടെ, നിങ്ങളുടെ ചെറുക്കൻ. ഞങ്ങളൊക്കെ ചെറുക്കന്മാരാ. ചെറുക്കന് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കും. ശരിയാ. ഇവന്മാരത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറയാമല്ലോ. എന്റെ മോൾക്ക് വേണ്ടി എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ കൊടുക്കും. അല്ല, ചെറുക്കന്റെ അമ്മാവൻ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വന്നില്ലേ? ഇതേ അമ്മാവൻ. അമ്മാവൻ അധികം ആരുമായിട്ട് സംസാരിക്കാറില്ല. സംശയിക്കും. 2 പെക്കടിക്കുന്ന ചേട്ടൻ ഇന്ന് 4 പെക്കും അതിൻ്റെ കൂടെ തറ മുട്ടയും കഴിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ ഓവറാകുമെന്ന്. ആരായാലും ഞങ്ങൾക്ക് ചുക്കില്ല. ഞങ്ങള് പെണ്ണിനെയും കൊണ്ട് പോകും. പെണ്ണിനെയും കൊണ്ട് പോകുന്നോ? കൊണ്ടുപോകും. അത് ഞങ്ങള് പ്ലാനോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിർമ്മലേ, ഇറങ്ങി പോടാ. വന്ന് പെണ്ണിനിറക്കിക്കൊണ്ട് പോടാ. ഞാൻ ഇവന് പ്രഭാര എടാ കത്തി. ഞങ്ങളെ വെട്ടാനാണ് കത്തി. അതിന് നല്ലത് വാള. ഇപ്പൊ തരാം. ഇല്ല. എടാ നിർമ്മലേ, വിളിച്ചേക്കണ അവളെ. അനുഷ, നീ ആരെയാണോ കുടുംബത്തുകാർ വിളിച്ചിറക്കാൻ പോകുന്നത്? എന്താ നിർമ്മല ചേട്ടനോ ഈ കണ്ണുപൊട്ടനോ? ഇവനെ ഇന്നലെ ഞാൻ തല്ലിക്കൊല്ലേണ്ടതാ. കേറി പൊടിയാത്ത്. അവക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കണ്ടില്ല. അനുഷ, നീ ഇറങ്ങി വാ, നമുക്ക് പോവാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. കണ്ട, നല്ല നിശ്ചയം. ഓടി നീയും പോ. കോളേജ് വിട്ട് വരുമ്പോ വണ്ടി ഇടിച്ച് ഞാൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നത് അച്ഛൻ ഓർമ്മയില്ലേ? കാഴ്ചയുള്ളവരെന്നെ കാണാതെ പോയിട്ടും എന്റെ ജീവൻ രക്ഷിക്കാൻ അച്ഛൻ ഇപ്പോ കണ്ണുപൊട്ടനെന്ന് വിളിച്ച ഈ നിർമ്മലേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നിർമ്മലേട്ടൻ മതി. നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല? ഇല്ല അച്ഛാ. എടാ മോനെ, എന്തുവാ നിന്റെ പേര്? നിർമ്മൽ. നീ നിർമ്മലോ? അല്ല, ഞാൻ നിർമ്മൽ. നിർമ്മൽ. നീ ജോലി ചെയ്യുന്നിടത്ത് മാസാമാസം വല്ലതൊക്കെ കിട്ടുവോ? മാസാമാസം അല്ല, ഇടയ്ക്കൊക്കെ കിട്ടും. ഓ, ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നാ മതിയല്ലോ. പിന്നെ കണ്ണുപൊട്ടനാണെങ്കിലും എന്റെ മോൾക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. എന്തായാലും എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ദേ പോണു. എടാ, അച്ഛൻ അവിടെയല്ല, ഇവിടെ. കണ്ടോ? ടച്ചാക്ട് പിന്നെ മതി. മക്കളെ, സന്തോഷമായില്ലേ? പിന്നൊരു കാര്യം, കൊച്ചിന്റെ പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണം നടക്കത്തുള്ളൂ. വിരോധമൊന്നും ഇല്ലല്ലോ? അതുവരെ നല്ല മനസ്സംയമനം പാലിച്ച് യു ആർ എ സിസ്റ്റർ. സന്തോഷമായല്ലോ? മക്കളെ, കൈ ഇങ്ങോട്ട് വന്നേ. അതെന്റെ കയ്യാണേ. അത് ഞാൻ പിടിച്ചോളാം. എന്റെ ഭഗവാനെ, എല്ലാം മംഗളമാക്കണേ.
അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നിന്റെ മനസ്സിലുള്ളത് ഇനിയെങ്കിലും പ്രിയോട് പറഞ്ഞൂടെ? പറയണോ? അതിനു മുൻപ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീടിന്റെ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് വാങ്ങാം. ആദ്യം നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറ. അലക്സേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും ഒന്നും പറയാതെ. 7 വയസ്സുള്ളപ്പോ ഓർഫനേജിൽ വെച്ച ഞാൻ അവളെ കണ്ടത്. അന്ന് തൊട്ട് എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് തോന്നിയിട്ടേയില്ല. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും അവളോട് സംസാരിക്കുമ്പോഴും അവൾ അടുത്തുള്ളപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. അവൾ വരാൻ വൈകിയാലോ, അവൾക്കൊരു ചെറിയ പനി വന്നാലോ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. കർത്താവേ, ഈ മക്കളെ കാത്തുകൊള്ളണേ, അവർക്ക് കൂട്ടായിരിക്കണമേ. ഇന്നെന്താണാവോ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോണേ? കളിയാക്കണ്ട കേട്ടോ ആര്യ. നമുക്ക് എന്ത് നല്ലത് വരുത്തണേന്നാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് കുറവുണ്ടാവാനാ? ആ പ്രിയ, നമ്മള് പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിലേ ആ നിർമ്മൽ എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കും. ഇതിലെ വണ്ടികളൊന്നും വരുന്ന ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് വഴി മാറിയോ? ഏയ് ഇല്ലല്ലോ, നമ്മൾ എപ്പോഴും വരുന്ന വഴി ഇത് തന്നെയാ. എന്താ അറിയാ? നല്ല വേദനയുണ്ടല്ലേ? മുറിവൊക്കെ ഉണങ്ങാൻ 2-3 ദിവസമെങ്കിലും എടുക്കും. കുറച്ച് ദിവസത്തേക്ക് അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോവാൻ ആരെന്നെ കൂട്ടി വിളിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. അതൊന്നും സാരമില്ല പ്രിയ. ഇന്ന് ദേശീയോത്സവമായിട്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങോടാ? ദേശീയോത്സവം? ആ, ഹർത്താലേ. നമ്മുടെ പാർട്ടിക്കാർക്ക് ബന്ദിനും ഹർത്താലിനും ഒക്കെ വല്ല പഞ്ഞുണ്ടോ? അല്ല, ഇന്നെന്തിനാ ഹർത്താല്? തിരുവനന്തപുരത്ത് വനിതാ കൗൺസിലർ വനിതാ കോൺസ്റ്റബിളെ തല്ലിയെന്നും പറഞ്ഞ് വനിതാ സംഘടനയും വനിതകളില്ലാത്ത സംഘടനയും കൂടി നടത്തിയതായിരുന്നു ഇന്നത്തെ ഹർത്താൽ. വല്ല കാര്യം ഉണ്ടായിരുന്നോടെ? അല്ല, ഈ പറയുന്ന നീ എവിടെ പോയിരിക്കായിരുന്നു? ഹർത്താലിന് ബാർ അവധിയാണോന്നറിയാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയതാ. എന്നിട്ട് നിന്നെ മദ്യം മണക്കുന്നുണ്ടല്ലോടാ? ആ, അതാ പറഞ്ഞത്, ടേസ്റ്റ് ചെയ്യാൻ പോയതാന്ന്. ആര്യ, വേദന ആര്യ, വേദന ഉണ്ടെന്ന് മനസ്സിലായി. നിന്റെ വേദന മാറാൻ നല്ലൊരു മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്ത് നല്ല മണം. ഇത് എന്റെ മൂക്കാണല്ലോ. എവിടെ? ആരിന്റെ മൂക്ക് എവിടെ? ആര്യ, എന്താ ഇത്? ആര്യ, ഇതൊന്നും മണത്ത് നോക്കി. കൊണ്ടുപോടാ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നാളെ ബെഡ് കോഫിക്ക് പകരം കഴിച്ചോളാം. നിർമ്മലേ, നീ റെഡിയായില്ലേ? ആരിനും ഭക്ഷണം കൊടുക്കാൻ പാർവതിയമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്.
പോയില്ലേ? ഞാനും കൂടെ പോയാ നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? പാർവതിയമ്മ വന്ന ഒന്നും ശരിയാവില്ല. എന്താ അറിയാ? ഞാനൊന്ന് നടന്നാലോ?
എന്താടാ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പ്രിയയും ഞാനും ഞങ്ങളുടെ മോളും പുതിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. എടാ, നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാലോ? പിന്നല്ലാതെ. നിന്റെ ചിട്ടിക്കാശ് എന്റെ ഇരിക്കല്ലേടാ. 2 ലക്ഷം രൂപയിൽ 10,000 രൂപ വരിപ്പണം പോവും. ബാക്കി 1,90,000 രൂപയുണ്ട്. അയ്യോ, അപ്പൊ 10,000 രൂപയോ? നിനക്ക് വേണ്ടി വരിപ്പണം ഞാൻ വേണ്ടെന്ന് വെക്കും. നീ ഇതിലൊന്ന് ഒപ്പിടും. എന്താ അലക്സേ ഇത്? അഡ്വാൻസ് എഗ്രിമെന്റാ. അലക്സേ, വേറെ ആരും എനിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ല. ദിലീപേ, സ്നേഹിക്കുന്നവർക്ക് ഈ അലക്സ് ഹൃദയം പറിച്ചെടുത്ത് കൊടുക്കും. ആ പിന്നെ നിന്റെയും പ്രിയയുടെയും കല്യാണത്തിന് മൊത്തം ചെലവും എന്റെ വകയാ. ആൺകുട്ടികൾക്ക് 18 വയസ്സ് തികഞ്ഞാൽ ഓർഫനേജ് മാറ്റണം. അതാ നിയമം. അവരോടൊപ്പം നീയും ശാഠ്യം പിടിച്ച് ഓർഫനേജിൽ ഇറങ്ങിയപ്പോൾ എനിക്കൊരുപാട് ആശങ്കയുണ്ടായിരുന്നു. അന്ന് നിനക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. മറ്റച്ഛന്മാർ പലരും വിലക്കിയതാ. പക്ഷെ എനിക്കറിയാമായിരുന്നു കുഞ്ഞുനാൾ മുതലുള്ള നിങ്ങളുടെ ബന്ധം. അതുകൊണ്ടാണ് ഞാൻ തടയാതിരുന്നത്. ഇപ്പോൾ എനിക്കൊരാശങ്കയില്ല. സന്തോഷ, അഭിമാന. കണ്ണുള്ളവർ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതും പിരിയാതെ ഒന്നിച്ച്. ഈ ഒത്തൊരുമ എന്നും ഉണ്ടാവണം. ഉണ്ടാവും ഫാദർ. കർത്താവ് നിങ്ങളുടെ മേൽ അവന്റെ കാരുണ്യം പെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ പോകാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഫാദർ? ഡോക്ടർ എബ്രഹാം മാത്യു എന്നെ വിളിച്ചിരുന്നു. കണ്ണ് മാറ്റിവെക്കാൻ അദ്ദേഹം ഐ ബാങ്കിൽ നിങ്ങളുടെ പേര് രജിച്ചിരുന്നല്ലോ. അത് ശരിയായിട്ടുണ്ട്. ജർമ്മനിയിൽ ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി സാമ്പത്തിക സഹായം ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളെ പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ 4 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. ശാപം തന്ന ദൈവം തന്നെ ശാപമോക്ഷവും കൂടി കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ? കാഴ്ച കിട്ടുമോ സാർ? എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ഞങ്ങൾ ഡോക്ടർമാർ വെറും നിമിത്തങ്ങൾ മാത്രം. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്താ ഡോക്ടർ? ജന്മനാ ഉള്ള ബ്ലൈൻഡ്നെസ് ആണെങ്കിലും നിങ്ങൾക്ക് കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ 4 പേരുടെയും കണ്ണുകളിലേക്കുള്ള ബ്ലഡ് വെസൽസ് വളരെ ചുരുങ്ങിയതാണ്. അതും കൂടി കണ്ണുകളോടൊപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർജറിയാണ്. പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഈ ടെസ്റ്റ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ 2 പേർക്കേ കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളൂ. ആര്യനും ദിലീപിനും. പിന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്ന ഒരു ജോഡി കണ്ണുകളേ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ഒരാൾക്ക് ഈ അവസരം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് ഓരോ കണ്ണ് വെച്ച് കൊടുത്തൂടെ ഡോക്ടർ? ആർട്ടിഫിഷ്യൽ ട്രാൻസ്പ്ലാന്റേഷനിൽ ബാലൻസിംഗ് ഒരു ഘടകമാണ്. അതുണ്ടാവണമെങ്കിൽ രണ്ടും ഒരാളിൽ തന്നെ ചെയ്യണം. 2 പേരിൽ ആർക്കാണ് ഓപ്പറേഷൻ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ചെറുപ്പനാൾ മുതലേ കൂട്ടുകാരനാണെങ്കിലും ഒരേട്ടനെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നീ അല്ലടാ മച്ച്. ബാക്കിയുള്ള 3 പേരുടെ കണ്ണ് ഇനി നീ ആയിരിക്കണം അളിയാ. ഓപ്പറേഷൻ ആരിന് തന്നെ നടത്താം. ഈ ലോകത്ത് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യം വരുമ്പോ അത് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഒടുക്കം മതി എനിക്ക്. ദിലീപേ,
നമ്മുടെ കൂട്ടത്തില് നീയാ ഏറ്റവും മിടുക്കൻ. അതുകൊണ്ടല്ലേ നിനക്ക് നല്ല ജോലി കിട്ടിയത്. പിന്നെ വലിയ വലിയ ആൾക്കാരുമായിട്ട് നിനക്ക് നല്ല പരിചയമില്ലേ? ആദ്യം കാഴ്ച നിനക്ക് കിട്ടട്ടെ. പിന്നെ എപ്പോഴും നിന്റെ തോളിൽ കൈവച്ച് ഞങ്ങൾക്ക് നടക്കാമല്ലോ. ഇതിനെന്താണ് മറുപടി പറയട്ടെ? ഇത് കരയേണ്ട കാര്യമാണോടാ? സന്തോഷിക്കേണ്ട കാര്യമല്ലേ? എന്താണ് എല്ലാം നന്നായി വരും. എവിടെ? അവളെ കാണാൻ കൊതിയാവുന്നു. പ്രിയ, എനിക്ക് പേടിയാ. ഞാൻ അറിയാതെ പറ്റിയതല്ലേ, കരയണ്ട. നിനക്ക് ഞാനുണ്ട്. വേണ്ട, ഇനി എനിക്കാരും വേണ്ട. ഓക്കെ ചെയ്തത് ഞാനല്ലേ. ആരും എന്നെ കാണാൻ വരരുത്. പ്രിയ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയക്ക് എന്ത് പറ്റി? അവൾ എങ്ങനെ ജയിലിലായത്? ദിലീപ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാനും നിർമ്മലും ഉണ്ട്. പ്രിയ അമ്പലത്തിൽ പോയിരിക്ക. ആ, കണ്ണു തുറക്കല്ലേ. ഈ ലോകം കാണാൻ പോവല്ലേ, ആദ്യം നിന്റെ മുഖം തന്നെ കാണും. സിസ്റ്റർ, കണ്ണാടി കൊണ്ടുവരും. ഇനി കണ്ണു തുറന്നോളൂ. ഡോക്ടർ, ഇന്നെന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ? വേണ്ട,
ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ദിലീപേ പറടാ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോടാ? ഒന്ന് പറടാ, ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവരെന്താ വരാതെ? സമയാവുന്നല്ലേ ഉള്ളൂ, അവരിപ്പോ എത്തും. നമുക്കിപ്പോ നല്ല സമയമാണെന്ന് തോന്നുന്നു. ദിലീപിന് കാഴ്ച കിട്ടി. നമുക്കും ഒരു നല്ല ജോലി നോക്കി തരാൻ ദിലീപിനോട് പറയാം. പിന്നെ പ്രിയ, പ്രിയ, എന്താ പ്രിയ? ആര്യ, നിർമ്മൽ, ആര്യ, നിർമ്മലെ, ദിലീപ് എവിടെ? ദിലീപേ, എടാ ദിലീപേ. ഓ, അവൻ നമ്മുടെ വീടൊക്കെ ശരിക്കും ഒന്ന് നോക്കി കാണുക. ദിലീപേ, എനിക്ക് വല്ലാത്ത തലവേദന. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ പോയി കിടക്കട്ടെ. ആറു വയസ്സുള്ളപ്പോഴാണ് ഞാൻ കരുണാലയത്തിൽ വന്നത്. ഒറ്റപ്പെട്ടുപോയ എൻ്റെ അടുത്ത് ആര്യൻ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. താൻ പോലും കാണാത്ത പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് ആര്യൻ പറഞ്ഞു തരുമായിരുന്നു. ആദ്യമൊക്കെ ആരാധനയായിരുന്നു. തനിക്ക് കിട്ടേണ്ട കാഴ്ച സ്വന്തം കൂട്ടുകാരന് ദാനം ചെയ്തപ്പോ ആ ആരാധന പ്രേമമായി മാറി. ദിലീപ്, പേടിക്കണ്ട, ഞാൻ തിരിച്ചു
തിരിഞ്ഞാ നിൽക്കണേ. ഞാൻ എടാ പോയി തന്നെ ആവണോ? പോണം. കാഴ്ചയില്ലാതിരുന്നപ്പോ ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴാ സത്യം മനസ്സിലായത്. എന്താടാ നീ പറയുന്നത്? ഇനി പ്രിയ എന്തെങ്കിലും? പ്രിയയുടെ മനസ്സിൽ ഞാനുണ്ടെന്നാ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇനി ഞാനിവിടെ നിന്നാ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറി വരും. എന്നാലും ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പിന്നെ പ്രിയോടും ആര്യനോടും നിർമ്മലിനോടും ഞാൻ പോകുന്നു പറഞ്ഞിട്ടില്ല. അവരെന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും. പക്ഷേ ഞാനിവിടുന്ന് പോണം. എന്നാലേ ശരിയാവും. അവനിപ്പോ നമ്മളെ ഒന്നും വേണ്ട. ഒരു വാക്ക് പോലും പറയാതെയല്ലേ വീട് മാറിയത്. ഇവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അവനിപ്പോ കണ്ണു കാണാമല്ലോ. നിർമ്മലേ പോട്ടടാ, അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. വരും, ദിലീപേട്ടൻ വരും. നമ്മളെ ഒന്നും വിട്ടുപിരിയാൻ പറ്റില്ല. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ഐത്തിക്കലിടവകയിൽ സാം ജോസിന്റെയും സ്റ്റെല്ല ജോസിന്റെയും മകൾ റീത്ത ജോസിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. മംഗലത്തുകോണം ഇടവകയിൽ ജോസഫ് കുര്യന്റെയും ലീന ജോസഫിന്റെയും മകൻ ജോസ് കുര്യനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. പ്രിയ, സൂക്ഷിച്ച് നടക്ക്. വാ. ആരാ അത്? ആരാ? സോറി, ഞാനൊരു അന്ധനാ. ബസ് സ്റ്റോപ്പ് എത്താറായോ? സാരമില്ല, ഞങ്ങളും ബ്ലൈൻഡ്സാ. ആ വഴിക്കാ ഞങ്ങളും വീട്ടിൽ പോകുന്നേ. കൂടെ വന്നോളൂ. ആര്യ, പോവാട്ടോ. ആ.
നാളെ ഞാൻ ഫാദറിന്റെ അടുത്തേക്ക് പോവുക. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നെന്താ സംഭവിച്ചെന്ന് അറിയാലോ. ഭാര്യ ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം. അത് പറയാനാ ഞാൻ പോണത്. നിർമ്മലേ, ദിലീപേട്ടനോടും പറയണം ഇക്കാര്യം. ഞങ്ങളുടെ കല്യാണത്തിന് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് ദിലീപേട്ടൻ വേണം. ഇല്ല, ഞാൻ അവന്റെ അടുത്ത് പോവില്ല. നാറി, അവനിപ്പോ വലിയ ഓഫീസറല്ലേ. വേണ്ട, നിങ്ങൾ ആരും പോണ്ട. ഞാൻ പോവും ദിലീപേട്ടനെ കാണാൻ. നീയൊക്കെ കൂടെ എന്നെ കുളിപ്പിച്ച് കിടത്തോടെ. ഇത് വൃത്തിയാക്കാന്ന് വൃത്തികേടാക്കി വന്നു. എന്റെ പൊന്നു മുതലാളി, മുതലാളിക്ക് ഈ കട തുടങ്ങിയ നേരത്ത് വല്ല ബ്രാൻഡിക്കടയും തുടങ്ങാൻ. എന്നിട്ട് വേണം ആ കട കൂടെ കൂട്ടിക്കല്ലോ. അതല്ല, പിന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും. അതിനേക്കാൾ ശല്യം നിന്നെയൊക്കെ കൊണ്ടാ കൂടുതലും. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുവാ ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതേ പൊടി അടിച്ചിരിക്കുക. ഇപ്പൊ അറിയോണ്ട് ഈച്ച പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല. നശിപ്പിക്കോടേത്. ദൈവമേ, ഇതെനിക്ക് ഏത് നേരത്ത് തോന്നിയോ? കട തുടങ്ങിയതാണോ മുതലാളി? അല്ല, നിന്നെയൊക്കെ ഇതിനകത്ത് കയറ്റിയത്. തൊലച്ചു വെക്കൂടേ മുതലാളി. എന്തുവാടേ? ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞോ. മുതലാളി സംഗീതോപകരണ കടയുടെ കൂടെ ഒരു ഇരുമ്പ് കട കൂടി തുടങ്ങണം. ഇരുമ്പ് കടയോ? എന്നിട്ട് വേണേ എനിക്കിട്ട് പാരപണിയോ? ഇല്ലയോ ചേട്ടാ, ഈ ഇരുമ്പ് കടാന്ന് ഉദ്ദേശിച്ചത് കത്തി, കമ്പിവടി, കര, വടിവാള് എന്നിവയൊക്കെ വിൽക്കുന്ന ഒരു കട. എന്തിനാണ് ആ കട? ഉദയോ? അല്ല, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഒരുത്തം വന്ന് നമ്മുടെ കടയിൽ നിന്ന് തബലയോ മൃദംഗോ ചെണ്ടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് പോയി നമ്മൾ സങ്കല്പിച്ച് പറഞ്ഞോ. 2 ദിവസം കഴിയുമ്പോ ഇവന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള അയൽവക്കക്കാരൻ നമ്മുടെ കടയിൽ വന്നിട്ട് കടാരയോ തോക്കോ വടിവാളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ പോകും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല ബുദ്ധി. വേണ്ട അല്ലേ? ഇയാളിവിടെ ഇരിപ്പണ്ടായിരുന്നോ? എന്തുവാ റിയാലിറ്റി ഷോയിൽ തോറ്റ ഗായകനെ പോലെ ഇരിക്കുന്നേ? ഞാൻ എങ്ങനെ തുറഞ്ഞാലെന്ത്? യമ്മാന്റെ ഫോൺ വിളിക്കൊരു കുറവുമില്ല. ഹലോ, ദിലീപേ, ദിലീപേ, പ്രിയ, എന്താണ് എന്താടാ എന്താ എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും പ്രിയ, എന്നിട്ട് അവൾ എവിടെ? അകത്തുണ്ട്. പ്രിയ, 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 ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സ് ആൻഡ് സർ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ താമസിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരുമില്ലേ? കരുണ ഓർഫനേജിലെ ഗബ്രിയേലച്ചനെ ഞങ്ങളെ വളർത്തിയത്. അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സർ, പ്രിയ പാവാണ് സർ. അവൾക്കൊരാളെ കൊല്ലാൻ കഴിയില്ല. മനഃപൂർവ്വം ചെയ്തതല്ലായിരിക്കും. തന്നെയുമല്ല, ആ കുട്ടിയാണ് കൊന്നതെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ സർ? നാളെ ഈ കുട്ടിയെ കോടതി ഹാജരാക്കും. ആദ്യം ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. അതിനിടയിൽ നല്ലൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിന് മൂവ് ചെയ്യും. ഷാജു സർ, ഇവർക്ക് അതിന്റെ ഫോർമാലിറ്റീസ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. പ്രിയ, പ്രിയ, അന്ധതയെ പോലും തോൽപ്പിച്ച് ജീവിച്ച ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഷോക്കായിരുന്നേ പ്രിയയുടെ അവസ്ഥ. സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുമായിരുന്നു അവൾ.
പുറത്തിറക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമവും പാഴായി. ദിലീപ് ഇപ്പോ ചന്ദ്രമല എസ്റ്റേറ്റിലാ ജോലി ചെയ്യുന്നത്. ദിലീപിനെ കാണണം. എത്രയും പെട്ടെന്ന് പ്രിയെ പുറത്തിറക്കണം. ടീന, പോവാം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ആരിന് പോവേണ്ടടുത്തേക്ക്. ഞാനും ആ വഴിക്കാ. വേണ്ട, പിടിക്കണ്ട. വീഴുന്നത് ഏതൊരു അന്ധന്റെയും വിധിയാ. വീഴട്ടെ. ആര്യ, ഒരു കാര്യം മനസ്സിലാക്കണം. ആരുടെയും സഹായം ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ആര്യ, വീടെത്തി. ഇവിടുന്ന് 10 അടി മുന്നോട്ട് നടന്ന വലത്തോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് കയറിയ വീടായി. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരണം. ജേക്കപ്പേട്ടന്റെ വീട് ചോദിച്ചാ ആരും പറഞ്ഞുതരും. ആര്യ, ദിലീപ്, എത്ര നാളാടാ കണ്ടിട്ട്? പിന്നെന്തൊക്കെയുണ്ട്? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? പ്രിയ ജയിലിലായിട്ട് എത്ര നാളായി? അവളെ ഇറക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. നീയും കൂടി ഉണ്ടെങ്കിലേ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആര്യ, സംഭവം നടന്നത് എന്റെ വീട്ടിൽ വെച്ചാ. കൊന്നത് എന്റെ ഫ്രണ്ടിനെ. അവൻ നല്ലൊരുത്തനായിരുന്നു. നല്ലൊരുത്തൻ എന്നിട്ടാണോ നമ്മുടെ പ്രിയെ? പെണ്ണിന്റെ മനസ്സല്ലേ, പെട്ടെന്ന് പിടികിട്ടില്ല. പിന്നെ അന്ന് ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു. വന്നപ്പോഴല്ലേ അറിഞ്ഞത്. സത്യം എന്താണെന്ന് മരിച്ചുപോയ അലക്സിനും പിന്നെ അകത്ത് കിടക്കുന്ന പ്രിയയ്ക്ക് മാത്രമേ അറിയൂ. എടാ, അവള് ചെറുപ്പം തൊട്ടേ നമ്മുടെ കൂടെ ഓർഫനേജിൽ കഴിയുന്നതല്ലേ? സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച്. നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അത്തരക്കാരിയാണെന്ന്? ആര്യ, അവളാണ് കൊന്നെന്ന് കുറ്റം സമ്മതിച്ചല്ലേ? നിർമ്മല പറഞ്ഞത് നേരാ. നീ ഒരുപാട് മാറി. ഇപ്പോ നിന്നെ പറ്റി മാത്രം നിന്റെ ചിന്ത. വേണ്ടടാ, ഇനി നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. പ്രിയെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കണ്ണ് കാണാത്ത, അവൾക്കറിയാത്ത വേറെ സത്യം ഉണ്ടെങ്കിലോ? പ്ലീസ് ഹെൽപ്പ്! ആരെങ്കിലും രക്ഷിക്കണേ!
അങ്കിൾ ഭാഗ്യവാനാ നീ. തെന്മലയിൽ 2 ദിവസമായിട്ട് മഴ കുറവാ. അല്ലെങ്കിൽ മോനെ മലവെള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും. പൊടി പോലും കിട്ടൂല. ഒരു സെക്കൻഡ് മനസ്സിന്റെ കണക്കുകൂട്ടൽ പഴച്ചു അങ്കിൾ. മോൾ എല്ലാ കാര്യവും പറഞ്ഞു. മോൻ വിഷമിക്കണ്ട. എല്ലാം ദൈവത്തിന്റെ കളികളാ. പരീക്ഷണങ്ങളിൽ ചാടിക്കുന്ന ദൈവം തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ആ കൂട്ടുകാരൻ വരാൻ 2 ദിവസം കഴിയുന്നല്ലേ പറഞ്ഞ്? അയാൾ വന്ന് കണ്ടിട്ട് പോയാ മതി. അതെ, ഇനി അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതുവരെ ഇവിടെ കൂടിക്കോ. എനിക്കും എന്റെ മോക്കും ഒരു പ്രശ്നമില്ല. പപ്പയ്ക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോ സന്തോഷായല്ലേ? ആ മോളെ, പപ്പക്കൊന്ന് പുറത്തു കൊണ്ടുവന്നു. ആ പിന്നെ മാനേജർ സാർ ചോദിച്ചത് മോളെ എപ്പോഴാ ജോയിൻ ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു തേയില കമ്പനിയുടെ മാനേജറുടെ പി എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റ് ഒന്നല്ല, പലരും മുട്ടുന്നുണ്ട്. വരട്ടെ പപ്പ, എനിക്ക് ഇഷ്ടമുള്ള ജോലി ശരിയാവും. മോള് പുറത്ത് ശ്രമിക്കുക. ഇനി അതല്ല ഈ ജോലി മതിയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ പപ്പയോട് പറഞ്ഞാൽ മതി. ജേക്കബേടിന്റെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്നൊരു 10 അടി മുന്നോട്ട് നടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ജേക്കബേടിന്റെ വീടായി. ആര്യ, അയാളെ കൊല്ലാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിശ്വസിച്ചത് അവനെ മാത്രം. അതുകൊണ്ടാ ഞങ്ങൾ അവന് കാഴ്ച കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോ ചതിയൻ. എന്റെ മനസ്സ് പറയുന്നു പ്രിയ ജയിലിലാവാൻ കാരണം അവനാന്ന്. ആര്യന്റെ തോന്നല് ശരിയാണെങ്കിൽ അതിനുള്ള വഴി ഇതല്ല. നമുക്ക് സത്യം കണ്ടുപിടിക്കാം. അതിന് ഞാൻ ആര്യനെ സഹായിക്കാം.
15-ാം തീയതിയാണ് കേസിന്റെ വിധി. ഞാൻ വക്കീലുമായി പ്രിയെ കാണാൻ പോയിരുന്നു. അവളെന്നെ കാണാൻ കൂടി കൂട്ടാക്കിയില്ല. നീ എപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരുന്നേ? എനിക്കാകെ പേടിയാവുന്നു. ഞാൻ വരാം. ആരാ ഫോണില്? നിർമ്മല. 15-ാം തീയതി കേസിന്റെ വിധിയാ. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. എല്ലാം ശരിയാവും. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടി. എവിടെയെന്നറിയോ? നിന്റെ ഫ്രണ്ട് ദിലീപിന്റെ കമ്പനിയില്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാ. ഓൾ ദി ബെസ്റ്റ് ടീന. താങ്ക് യു. Good morning, sir. Good morning. Sorry, sir. I'm Tina. ഓ, നമ്മുടെ ജേക്കബേട്ടന്റെ മകള്. മാജിക് അക്കാഡമിയിൽ പഠിത്തം. കമ്പ്യൂട്ടർ ആനിമേഷനിൽ മിടുക്കി. തന്റെ പപ്പയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഓഫീസിൽ വരാനല്ലേ പറഞ്ഞത്? ഒരു പിഎക്ക് തന്റെ ബോസിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വേണം. ആ അർത്ഥത്തിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, സർ. സാറിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. Okay. Come on. എന്താ വിളിക്കുന്നത്? വാ. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ പപ്പ. തേയില ഫാക്ടറി ആണെങ്കിലും നല്ല ജോലിയുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മളെ മാനേജർ സാർ ആളെങ്ങനെ? പറയാതിരിക്കാൻ വയ്യ പപ്പ. ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് വെരി നൈസ് മാൻ. തോട്ടത്തിലെ ജോലിക്കാരോട് പോലും എത്ര സ്നേഹമായിട്ടാ സാറ് പെരുമാറുന്നത്. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാ. ദിലീപ് സാർ മിടുക്കനാ. ഇപ്പൊ തൊഴിലാളികളുടെ ആകെയുള്ള പ്രതീക്ഷ സാറാ. ആര്യ, ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായോ? വിഷമിക്കണ്ടോ? ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ വെച്ച് ദേഷ്യപ്പെട്ടപ്പോ വിഷമയല്ലേ? ഏയ് ഇല്ല, പക്ഷെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഞാൻ കരുതിയില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് ചെറുപ്പം തൊട്ടുള്ള ഒരു ശീലമാ. അത് നല്ലതല്ലേ? ടീനയോട് സംസാരിക്കുമ്പോഴാ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത്. കുറച്ചു നാളായിട്ട് ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പൊ അത് മാറി. എന്താടാ ചാവാൻ നിൽക്കണോ? പ്രേമിച്ച പെണ്ണ് ചതിച്ചു കാണുമല്ലേ?
ഇതിനൊക്കെ ഇങ്ങനെ തളരാ? ജീവിതം ഇനിയും കിടക്കുക. മനുഷ്യനായ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അല്ലാതെ ഒരു പെണ്ണിന് വേണ്ടി ജീവിതം കളയല്ല വേണ്ടത്. സർ, ആര്യ, ഇതെന്താ ഇവിടെ? ഞാൻ ടീനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ? ഞാൻ പോവാ. നാളെ ആ കേസിന്റെ വിധി പറയുന്ന ദിവസം. അതിനു മുമ്പ് എനിക്ക് പ്രിയയെ കാണണം. രക്ഷിക്കാൻ പറ്റാത്തതിൽ സോറി പറയണം. ആര്യ, ഇല്ല, ടീനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എല്ലാം അവളുടെ വിധിയാ, ഞങ്ങളുടെ തലയിലെഴുത്ത്. താങ്ക്സ് എല്ലാത്തിനും. ഒരു നിമിഷം. ഹലോ, ആ ദിലീപ് സർ, ഇപ്പൊ തന്നെ കാണണം. ആ, വീട്ടിലേക്കോ? ശരി, ഞാനിപ്പോ വരാം. ആര്യ, കൂടെ വരണം. ദിലീപ് സർ, ഇപ്പൊ തന്നെ കാണണം. യെസ്. ആ സാറോ? എന്താ ഇവിടെ? ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. കേസിന്റെ കാര്യത്തിനാ. ഇത് കാണുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഷുവർ, അതിനെന്താ, സാർ വന്നോളൂ.
നിങ്ങൾ ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ്, ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പറയൂ ദിലീപ്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാണുന്നു? കരുണാലയം, ഗബ്രിയേലച്ചൻ, ആര്യൻ, നിർമ്മൽ, പ്രിയ. പറയൂ, ദിലീപിന് പ്രിയോട് ഇഷ്ടമായിരുന്നു? അതെ. അവളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ ഓരോ ചലനങ്ങളും എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ദിലീപ് പ്രിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു? അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. പറഞ്ഞില്ല. എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നു. എന്റെ സ്നേഹം അവൾ അറിയുന്നത് എന്റെ സ്വന്തം വീട്ടിൽ വെച്ചായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾക്ക് എന്നോടായിരുന്നില്ല, ആരിനോടായിരുന്നു ഇഷ്ടം. എനിക്ക് ഭയങ്കര വിഷമമെങ്കിലും ഞാൻ സ്വയം ആശ്വസിച്ചു. അവർ കുഞ്ഞുനാൾ മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. പറയൂ ദിലീപ്, പിന്നെന്തുണ്ടായിരുന്നു? ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച് ഞാനുണ്ടാക്കിയ കാശ. നീ എന്നെ പറ്റിച്ചെല്ലണ. അലക്സേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഒരു വീട്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതോ. അതാ എന്നെ ചതിച്ച് നീ സ്വന്തമാക്കിയത്. നീ മണ്ടൻ. ആരെങ്കിലും ഒരു ഉറപ്പില്ലാതെ കണ്ടവനിൽ കാശ് കൊടുക്കൂടാ. നിന്നെ എന്റെ കൂടപ്പറപ്പിനെ പോലെ കരുതിയത്. നായിന്റെ മോനെ, എന്നിട്ടും എന്നെ ചതിച്ചു വരണ. ഇനി നീ ആരെയും ചതിക്കരുത്. ദിലീപേട്ടാ, ദിലീപേട്ടാ, ആരുമില്ല ഇവിടെ? ദിലീപേട്ടാ,
ദിലീപേട്ടാ, ദിലീപേട്ടാ, എന്താ ഒന്നും മിണ്ടാത്തെ? ദിലീപ് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? അതെ, കൂട്ടുകാരനാണേ. പേര് അലക്സ്. കാഴ്ച കിട്ടിയപ്പോ മനസ്സിന്റെ കാഴ്ച പോയി. ആര്യ, ക്ഷമിച്ചെന്ന് പറയടാ. ആര്യ, 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 ദിലീപുമായി ഞാൻ അടുത്തപ്പോ ആര്യനെ തെറ്റിദ്ധരിച്ചു അല്ലേ? നിന്നെ കണ്ടപ്പോ മുതൽ നിന്റെ വിഷമമായിരുന്നു എന്റെ മനസ്സിൽ. ആര്യനിപ്പോ സന്തോഷായില്ലേ? അലക്സ് വധക്കേസിൽ കുറ്റക്കാരിയായി കണ്ട് റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രിയ കുറ്റക്കാരിയല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലും യഥാർത്ഥ പ്രതി കോടതി മുൻപാകെ ഹാജരായി കുറ്റം സമ്മതിക്കുകയും ആയത് കോടതിക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിനാലും പ്രിയയെ കുറ്റക്കാരിയല്ലെന്ന് കണ്ട് ക്രിമിനൽ നടപടി ചട്ടം 232 വകുപ്പ് പ്രകാരം വെറുതെ വിടുവാൻ ഈ കോടതി ഉത്തരവായിരിക്കും.
പ്രിയ